ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KSRTC ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ബസ് എപ്പോൾ എത്തിച്ചേരും, എപ്പോഴാണ് ബസ് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് വരിക എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ചലോ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് ചലോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ വളരെ എളുപ്പത്തിൽ ആ ഒരു ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആ ആപ്ലിക്കേഷൻ വരുന്നത്. ഇതിനകത്തിൽ ഇപ്പോൾ വൈറ്റ് കളറിൽ ഇങ്ങനെയാണ് എൻ്റെ ലോഗോ വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ലോഗോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യും. ഞാൻ ഇവിടുന്ന് നിലവിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു, കാരണം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തിൽ ഫോൺ നമ്പർ കൊടുത്ത് OTP വെരിഫൈ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഹോം പേജ് എത്തിച്ചേരുന്നതാണ്. ഇതന്നോട് പറഞ്ഞോട്ടെ. നിലവിൽ ഇതിൻ്റെ ലോഗോ ഇങ്ങനെയാണ്. ഇപ്പോൾ പ്ലേ സ്റ്റോർ എടുത്താലും ഇതിൻ്റെ ലോഗോ ഇങ്ങനെയാണ്. ഇപ്പോൾ നിലവിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ 2 മാസം കഴിഞ്ഞാണ് കാണുന്നതെങ്കിൽ ലോഗോയും കാര്യങ്ങളൊക്കെ മാറ്റം വന്നേക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇൻസ്റ്റാൾ ചെയ്ത് ഹോം പേജ് ഇങ്ങനെയാണ് വരുന്നത്. ഹോം പേജിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കിട്ടും. കണ്ടോ, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ചലോ പേ വാളറ്റ് ഉണ്ട്, ഇതിനകത്ത് നമുക്ക് പേയ്മെൻറ്റ് ക്യാഷ് ഇട്ടാൽ നമുക്ക് കാർഡൊക്കെ റീചാർജ് ചെയ്യാം. ഇത് എനേബിൾ ചെയ്ത് കൊടുത്ത് നമുക്ക് ക്യാഷ് ഇടാം. അപ്പം അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ മാനേജർ ട്രാവൽ കാർഡുണ്ട്. ഈ ട്രാവൽ കാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് KSRTCയിൽ യാത്ര ചെയ്യാൻ ട്രാവൽ കാർഡ് ഒരു 6 മാസം 1 വർഷം അടുത്താവുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കാർഡ് നമുക്ക് KSRTC കണ്ടക്ടർ അടുക്കൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ KSRTC ഡിപ്പോയിൽ പറഞ്ഞാൽ അവിടെ നിന്നും കിട്ടും. ആ കാർഡ് നമുക്ക് ഇതിനകത്ത് ലിങ്ക് ചെയ്തിടാം. കണ്ടോ, ഈ കാർഡ് നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ലിങ്ക് ചെയ്തിടാം. ലിങ്ക് ചെയ്തിട്ടിട്ട് നമുക്ക് ഈ ഒരു ഈ വാളറ്റ് ഇടുന്ന എമൗണ്ട് വെച്ചിട്ട് നമുക്കിത് റീചാർജ് ചെയ്യാം. പിന്നെ മൈ ടിക്കറ്റ് പാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് ഇതുവരെ എനേബിൾ ആക്കിയിട്ടില്ല. ഓക്കെ, അത് എനേബിൾ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ ഉള്ളതിനകത്തിൽ നിയർ ബൈ ബസ് സ്റ്റോപ്പ്, ചേഞ്ച് ലാംഗ്വേജ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം. ആ സ്ഥലത്തേക്ക് ബസ് എപ്പോൾ വരും, എപ്പോൾ എത്തിച്ചേരും, ആ ബസ് എവിടെ എത്തിയെന്ന് വരെ അറിയാൻ സാധിക്കും. പക്ഷേ ഇതിനകത്തിൽ വേറൊരു ചെറിയ പ്രശ്നമുള്ളത്, ബസ് എവിടെ എത്തിയെന്ന് അറിയണമെങ്കിൽ KSRTC കണ്ടക്ടറുടെ കയ്യിലിരിക്കുന്ന മെഷീൻ എപ്പോഴും ഓൺ ആയിരിക്കണം. ചില സമയത്ത് അവർ ടിക്കറ്റ് കൊടുത്തിട്ട് അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബസ് കൃത്യമായി എവിടെ എത്തിയെന്ന് ട്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്കത് ഒരു 95% നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ് ബസ് ട്രാക്ക് ചെയ്യുന്ന ഒരു സംഭവം. അതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിയർ ബൈ ബസ്സസ് എറൗണ്ട് യു, കണ്ടോ, ഇത് സെലക്ട് ചെയ്താൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് എങ്ങോട്ടൊക്കെ ബസ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നത്. കണ്ടോ, ഇതിപ്പം എറണാകുളത്താണ് നിൽക്കുന്നത്. കൊല്ലം വൈറ്റ്ല ഹബ്ബ് ബസ് വരുന്നുണ്ട്. ആലപ്പുഴ എയിംസ് ബസ് ഇതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതോടൊപ്പം കണ്ടോ, ഓരോ ബസ്സും നീങ്ങുന്നതിനകത്തുള്ള കാണാൻ സാധിക്കും. കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബസ് ഈ ഒരു പേര് നീങ്ങുന്ന കാണാൻ സാധിക്കും. അതായത് KSRTC കണ്ടക്ടറുടെ കയ്യിരിക്കുന്ന മെഷീൻ GPS എനേബിൾഡ് മെഷീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കിട്ടത്തില്ലെന്നല്ല, എന്തായാലും അവർ ഓൺ ചെയ്യും. ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നിൽക്കുന്ന സംഭവം പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങും, അത്രമാത്രം. അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ഓൺ ആണെങ്കിൽ ഇതിങ്ങനെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം എടുത്ത് നമ്മൾ നിൽക്കുന്ന ചുറ്റളവിൽ ഏതൊക്കെ ബസ് പോകുന്നു എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ. അതാണ് ഈ താഴത്തെ ഓപ്ഷൻ. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും കൂടുതൽ എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു ബസ് ട്രാക്ക് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ താഴെ കിടക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് എറണാകുളം വൈറ്റ്ല ഹബ്ബിലാണ്. ഓക്കെ, വൈറ്റ്ല ഹബ്ബിൽ നിന്ന് കണ്ടോ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ബസ്സുണ്ട്, അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾക്ക് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും പോകേണ്ട സ്ഥലത്തേക്ക് നമുക്ക് എപ്പോൾ ബസ് വരും എന്നൊക്കെ അറിയാനായിട്ട് ഇവിടെ ഈ ഒരു ഫൈൻഡ് ട്രാക്ക് യുവർ ബസ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഏറ്റവും എനിക്ക് പ്രയോജനപ്പെട്ട കാര്യം. അപ്പം ഈ ഒരു ഫൈൻഡ് ട്രാക്ക് യുവർ ബസ് എടുത്ത ശേഷം ഇവിടുന്ന് ഫ്രം കൊടുക്കുക. ഫ്രം കൊടുക്കാനായിട്ടൊരു 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് നമ്മളുടെ നിൽക്കുന്ന സ്ഥലം ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂസ് മൈ കറണ്ട് ലൊക്കേഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ GPS വെച്ചിട്ട് ആ ഒരു ലൊക്കേഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ യൂസ് മൈ കറണ്ട് ലൊക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നിൽക്കുന്ന വൈറ്റ്ല മൊബൈൽ ഹബ്ബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വരും, അല്ലെങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ ബസ് സ്റ്റോപ്പും ഇവിടെ വരും. കണ്ടോ, ഷോ ഓൾ നിയർ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും നിയർ ബൈ അടുത്തു നിന്നുള്ള എല്ലാ ഒരു ബസ്സിൻ്റെ ഇവിടെ കാണിക്കും. അപ്പോൾ ഞാനിവിടെ അത് സെലക്ട് ചെയ്യുന്നില്ല. പകരം കൃത്യമായിട്ട് ഒരു ഇത് കിട്ടാനായിട്ട് ഞാൻ ഇവിടുന്ന് നമ്മുടെ ലൊക്കേഷൻ കൊടുത്ത ശേഷം ഇവിടുന്ന്
വൈറ്റില മൊബൈൽ ഹബ്ബും സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടുന്ന് ഞാൻ ഇപ്പം തൃശ്ശൂർ നോക്കാം. ഓക്കെ, തൃശ്ശൂർ KSRTC. എക്സാമ്പിൾ ഒരു സ്ഥലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. തൃശ്ശൂർ KSRTC. ഓക്കെ, തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡ് എന്നുള്ള ഓപ്ഷൻ വന്നു. ഇവിടെ കണ്ടോ, തൃശ്ശൂർ സ്റ്റാൻഡ്, തൃശ്ശൂർ KSRTC സ്റ്റാൻഡ്, ഷോ ഓൾ നിയർ മൈ ബസ് സ്റ്റോപ്പ്. ഒന്നെങ്കിൽ ഇത് കൊടുക്കാം. അപ്പം അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എല്ലാം നമുക്ക് ഇവിടെ കാണും. കണ്ടോ, എത്ര 28 മിനിറ്റിനുള്ളിൽ ബസ് വരും. കണ്ടോ, 48 മിനിറ്റിനുള്ളിൽ വരും. ഇത് കണ്ടോ, ഈ ചുവപ്പ് കാണുന്നത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രീൻ കളറിൽ കാണുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഗ്രീൻ കളറിൽ കാണുന്നതെല്ലാം ബസ്സിലെ സീറ്റ്, നമുക്ക് ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രീൻ കളർ കാണുന്നതെല്ലാം ബസ്സിൽ സീറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. അതേസമയത്ത് കണ്ടോ, 45 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ബസ് വരും. 45 മിനിറ്റ് കഴിയുമ്പോഴല്ല, 45 മിനിറ്റിനുള്ളിൽ ഒരു ബസ് വരും. ആ ബസ്സിൽ റെഡ് കളറാണ്. ഇതിനകത്തിൽ സീറ്റില്ല. അതോടൊപ്പം ഏകദേശം നിൽക്കുന്ന ആളും ഏകദേശം ഫില്ലാണെന്നാണ് ഇതിനർത്ഥം. കണ്ടോ, ഗ്രീനും റെഡും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നിങ്ങളത് മനസ്സിലാക്കി വെച്ചോ. ഓക്കെ, പിന്നുള്ളത് ഈ 9 മിനിറ്റ് 45 മിനിറ്റ് എന്നുള്ള കാണിക്കുന്നതെല്ലാം ആ ഒരു സ്ഥലത്തേക്ക് ഇത്ര മിനിറ്റിനുള്ളിൽ ബസ് എത്തിച്ചേരുമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ഷോ ഓൾ നിയർ ബൈ ബസ് സ്റ്റോപ്പ് മാറ്റി ഞാൻ ഇവിടുന്ന് തൃശ്ശൂർ KSRTC എന്ന് പറഞ്ഞ സ്റ്റാൻഡ് തന്നെ ഇവിടുന്ന് ഇവിടെ തൃശ്ശൂർ സ്റ്റാൻഡ് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങളിവിടെ കണ്ടോ, നിങ്ങൾക്കിപ്പം ഇങ്ങനെ വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. കണ്ടോ, 27 മിനിറ്റിനുള്ളിൽ നമ്മളുടെ നിൽക്കുന്ന, അതായത് വൈറ്റില ഹബ്ബിലേക്ക് തൃശ്ശൂർക്ക് പോകാനുള്ള ബസ് വരും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. കണ്ടോ, ഇത്രയും മിനിറ്റിനുള്ളിൽ നമുക്ക് ആ ഒരു ബസ് ഇവിടെ എത്തിച്ചേരും. ഇനി അടുത്ത ബസ് 47 മിനിറ്റിനുള്ളിൽ വരും. ഇത് രണ്ടിനും ഇവിടെ ഗ്രീൻ കളറാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തിൽ സീറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. റെഡ് കളർ കണ്ടോ, ഫുള്ള് റെഡാണ്. അതായത് ഇതിനകത്തിൽ സീറ്റ് ഫില്ലാണ്, നിൽക്കുന്ന ആ ഒരു കപ്പാസിറ്റിയും മാക്സിമം ഫില്ലാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. കണ്ടോ, നിങ്ങൾ നോക്കാം. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഇതിൻ്റെ തന്നെ ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. കണ്ടോ, ഇത് നമുക്ക് തൃശ്ശൂർക്ക് പോകാനുള്ള സ്ഥലമാണ്. നമ്മൾ തൃശ്ശൂർക്ക് പോകാനുള്ള ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു ബസ്സിൻ്റെ ഡീറ്റെയിൽസ് വന്നത്. ഇവിടെ ട്രാക്ക് ബസ് എടുത്താൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ കണ്ടോ, ഇവിടെ നമുക്കിവിടെ ഇവിടെ കാണാം. ഇവിടെ കണ്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം, ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ കൊടുത്തേക്കുന്നത്. കണ്ടോ, തിരുവനന്തപുരം തമ്പാനൂർ എടുത്ത ബസ്സാണ്. നമുക്ക് കയറേണ്ട സ്ഥലം എവിടെയാണെന്ന് നോക്കൂ. കണ്ടോ, ഇവിടെയാണ്. നമ്മൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി വേണം ഇത് നോക്കാനായിട്ട്. കണ്ടോ, ബോർഡിംഗ് സ്റ്റോപ്പ്, നമ്മൾ എറണാകുളം വൈറ്റില ഹബ്ബാണ് ബോർഡിംഗ് സ്റ്റോപ്പ്. ഓക്കെ, നമുക്ക് തൃശ്ശൂർക്കാണ് പോകേണ്ടത്, ബോർഡിംഗ് സ്റ്റോപ്പ്. കണ്ടോ, അപ്പോൾ ഓക്കെ, അത് നിങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതിനകത്തിൽ നമ്മളുടെ ബസ് എവിടെ എത്തി എന്നൊരു ഐക്കൺ ഇവിടെ കാണിക്കും. അത് എന്താണ് ഇതിനകത്ത് കാണിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു, KSRTC ബസ്സിൽ ടിക്കറ്റ് മെഷീനിൽ GPS എനേബിൾഡ് നെറ്റ് ഉണ്ട്. ആ ഒരു മെഷീൻ വെച്ചിട്ടാണ് നമുക്ക് നെറ്റ് വഴി GPS വഴിയാണ് നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കുന്നത്. ആ കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മെഷീൻ ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. നിങ്ങൾ പലപ്പോഴും അത് കാണാറുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ വരുന്ന കേസിൽ അങ്ങനെ ഓഫ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കിതിനകത്തിൽ ഈ ഒരു ഐക്കൺ ഇവിടെ കാണത്തില്ല. അതായത് ലൈവ് ബസ് ട്രാക്കിംഗ് കിട്ടത്തില്ല. അത് എപ്പോൾ വേണമെങ്കിലും അവർ ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ഇവിടെ അത് കാണിക്കും. ഞാൻ വേറൊരു ബസ്സിൻ്റെ അടുത്ത് കാണിച്ചു തരാം. അവർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിനകത്തിൽ അത് കിട്ടും. 46 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും, സീറ്റ് ഉണ്ട്. അതോടൊപ്പം വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, RPM 385 ഈ ഒരു ബസ്സാണ് ഇവിടെ വരുന്നത്. അതോടൊപ്പം നേരത്തെ ഉള്ള അതിനകത്തിലും ആ ഒരു ബസ്സിൻ്റെ നമ്പർ ഉണ്ട്. കണ്ടോ, RPC 787. കണ്ടോ, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ബസ് സ്റ്റാൻഡ് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ട്രാക്ക് ചെയ്യുന്ന ബസ്സിൻ്റെ ആ ഒരു ബസ് എവിടെ എത്തി എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് ഇത്തരത്തിൽ. കണ്ടോ, ഈ ഒരു ബസ് ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. കണ്ടോ, ആലപ്പുഴയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ബസ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ തുറവൂർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് ബസ് നിൽക്കുന്നത്. കണ്ടോ, ബസ് നീങ്ങി പോകുന്നുണ്ടോ? കണ്ടോ, GPS എനേബിൾഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ മെഷീൻ ഈ ഒരു ബസ്സിൽ കണ്ടക്ടർ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. കണ്ടോ, നമുക്കറിയാൻ സാധിക്കും നമുക്ക് കയറേണ്ട സ്ഥലം ഇവിടെയാണ്. കണ്ടോ, ബോർഡിംഗ് സ്റ്റോപ്പ്, അതായത് വൈറ്റില ഹബ്ബ്. കണ്ടോ, അപ്പം ഇത്രയും സമയം 45 മിനിറ്റ് എടുക്കും. ആ ഒരു ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ ഇവിടെ എത്തും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. കണ്ടോ, ഇവിടെ എഴുതി അത് കാണിക്കുന്നതാണ്. കണ്ടോണം, ഞാൻ കാണിച്ചു തരാം. കണ്ടോണം, കാണിക്കാതെ ആലപ്പുഴ ബസ് സ്റ്റാൻഡ്. കണ്ടോ, ബസ് എടുത്തത് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന്. ബസ് ഇങ്ങനെ ഈ ഒരു സ്റ്റോപ്പുകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ബസ്സുള്ളത് പിന്നെ എരമള്ളൂർ ബസ് സ്റ്റാൻഡ് അടുക്കാറായി. എരമള്ളൂർ ബസ് സ്റ്റാൻഡ് അല്ല, ബസ് സ്റ്റോപ്പ്. കണ്ടോ,
ഇവിടെ എത്താറായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അരൂര് ഇതെല്ലാം കഴിഞ്ഞിട്ട് നെട്ടൂര് വൈറ്റില ജംഗ്ഷന് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബസ് വൈറ്റില ഹബ്ബിൽ എത്തിച്ചേരും. കണ്ടോ, RPM 385. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ബസ് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ 30 മിനിറ്റ് 40 മിനിറ്റ് 45 മിനിറ്റ് എന്നുള്ള കാണിക്കുന്നത്, അത് ജസ്റ്റ് ഇതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും, ബസ്സിൻ്റെ നമ്പർ വരും. ആ നമ്പർ നോക്കി നിങ്ങൾക്ക് 40 മിനിറ്റിനുള്ളിൽ ബസ് വരും. ഇവിടെ സീറ്റ് ഇല്ല എന്നാണ് അർത്ഥം. കണ്ട, നോ സീറ്റ്. ഇതിനകത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബസ്സിൻ്റെ നമ്പർ കിട്ടും, ഡീറ്റെയിൽസ് കിട്ടും. ഇനി അതല്ല, ബസ്സിൻ്റെ ലൊക്കേഷൻ അറിയണമെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെ നമുക്ക് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബസ് എവിടെ എത്തിയെന്ന് അറിയാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും കിട്ടണമെന്നില്ല, കാരണം കണ്ടക്ടർ ആ ഒരു മെഷീൻ ഓഫ് ചെയ്ത് വെച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഓരോ ബസ്സിൻ്റെ ഇങ്ങനെ നോക്കാം. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കി. ഇനി അതല്ല, നമ്മൾക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് ഇപ്പം ഞാൻ കാണിക്കാം. ഇപ്പം തിരുവല്ല KSRTC നമുക്ക് കായംകുളം നോക്കാം. ഓക്കെ, കായംകുളം KSRTC ഏതെങ്കിലുമൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ വേണ്ടി കാണിച്ച. കണ്ടോ, കായംകുളം ബസ് സ്റ്റാൻഡ്. കണ്ടോ, തിരുവല്ല KSRTC സ്റ്റാൻഡിൽ നിന്ന് കായംകുളം ബസ് സ്റ്റാൻഡിലേക്ക് 1 മിനിറ്റിനുള്ളിൽ വണ്ടി വരും. കണ്ടോ, അടുത്ത ബസ് 55 മിനിറ്റിന് ഉള്ളിൽ വരും. പിന്നെ അടുത്ത ഷെഡ്യൂളാണ് 2 മണി 3 മണി അതിനുള്ളിലെല്ലാം. പിന്നെ നെക്സ്റ്റ് ബസ് ഇതിനുള്ളിൽ കാണുമെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആക്യുറേറ്റ് ആണോ എന്നില്ല. ഇങ്ങനെ കാണിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ബസ്സാണ്. ഇത് ഓർഡിനറി ആണോ ഫാസ്റ്റ് ആണോ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഫാസ്റ്റ് പാസഞ്ചർ, ഓർഡിനറി, ബസ്സിൻ്റെ നമ്പർ ഇതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ ട്രാക്ക് കൊടുത്താൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ. കണ്ട, ബസ് എവിടെ എത്തി എന്നുള്ളതെല്ലാം അറിയാം. ബസ് എവിടെ എത്തി എന്നുള്ളത് അറിയണമെങ്കിൽ കണ്ടക്ടറുടെ മെഷീൻ ഓൺ ആയിരിക്കണം. അത് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ട്രാക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിനകത്തിൽ ട്രാക്ക് ചെയ്യാം. പിന്നെ ബൈ മൊബൈൽ ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഇവിടുന്ന് ഇപ്പോൾ ഇത് എനേബിൾ ആക്കിയിട്ടില്ല. നമ്മൾ ഇവിടുന്ന് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടർക്ക് പറഞ്ഞാൽ ആ നമ്പർ പറഞ്ഞാൽ അവിടുന്ന് ടിക്കറ്റ് കിട്ടും. ആ ഒരു ഓപ്ഷനാണ്, അത് അവിടെ എനേബിൾ ആക്കിയിട്ടില്ല. നിലവിൽ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് യൂസ് മൈ കറണ്ട് ലൊക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ബസ്സിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ. കണ്ടോ, ഇതിപ്പം ഞാൻ വൈറ്റിലെ മൊബൈൽ ഹബ്ബിൽ നിന്ന് കായംകുളമാണ് കൊടുത്തത്. കണ്ടോ, 6 മിനിറ്റിനുള്ളിൽ ബസ് വരും. സീറ്റ് ഇല്ല, എന്നാൽ തിരക്കുണ്ട് തന്നെ. അതാണ് യെല്ലോ, ഇത് ഓറഞ്ച് കളറ്. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ വൈറ്റിലെ മൊബൈൽ ഹബ്ബാണ്. അവിടുന്ന് എങ്ങോട്ടൊക്കെ എപ്പോൾ ബസ് ഉണ്ടെന്നുള്ളത് താഴെ ജസ്റ്റ് ഇവിടെ കാണിക്കും. സി ഓൾ ബസ് കൊടുത്താൽ നമുക്ക് അങ്ങോട്ട് എപ്പോഴൊക്കെ ഉള്ളത് ബസ്സുള്ളത് ഇവിടെ കാണിക്കും. കണ്ടോ, തൊടുപുഴ സ്റ്റാൻഡിലേക്കുണ്ട്, KSRTC റാന്നിയിലേക്കുണ്ട്, തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്കുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇത് എപ്പോൾ എത്തും, സീറ്റ് ഉണ്ടോ എന്നെല്ലാം ഇവിടെ കാണിക്കും. ഇനിയും ഇങ്ങനെ കാണുന്നത് കൂടാതെ നമുക്ക് സെർച്ച് ചെയ്യുന്ന ഓപ്ഷനാണ് മുകളിൽ ഞാൻ കാണിച്ചു തന്നത്. സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ ആണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, KSRTC ടിക്കറ്റിംഗ് മെഷീനകത്തിൽ അവർ ആ ഒരു മെഷീൻ ഓഫ് ചെയ്ത് വെച്ചാൽ ഇതിനകത്തിൽ കാണിക്കത്തില്ല എന്ന് കരുതി നിങ്ങൾ ഒരു തവണ നോക്കിയിട്ട് ബസ്സില്ല എന്ന് കരുതിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ചെയ്തിട്ട് ബസ്സില്ല എന്ന് കരുതി പോകല്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പിൽ ഒന്ന് ഇടയ്ക്കൊന്നും സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു പിന്നെ ബസ്സിൻ്റെ ടൈമും കൃത്യമായ സമയത്ത് അപ്ഡേഷൻ വരുന്നതായിരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനകത്തിൽ ബസ്സിൻ്റെ ഈ ഒരു ടൈം ട്രാക്ക് ചെയ്ത് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിനകത്തിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ തരത്തിൽ 11 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അതൊരു പിന്നെ 15 മിനിറ്റ് 11 എന്നുള്ളത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 18 മിനിറ്റ് അങ്ങനെ ഒരു 5-10 മിനിറ്റ് കൂടുതൽ എടുത്തേക്കാം. കാരണം ആ ഒരു GPS അവർ മെഷീൻ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ അപ്ഡേഷൻ കിട്ടത്തില്ല. അപ്പം ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഒരു 5, 10, 15, 20 മിനിറ്റ് അത് താമസിച്ച് വരാം. എനിക്ക് കൃത്യമായിട്ട് ആ ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുമുണ്ട്. ബസ്സിൻ്റെ നമ്പർ അടക്കം നിങ്ങൾക്കതിനകത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ റെയിൽവേയുടെ ട്രാക്ക് ചെയ്താലും ട്രെയിൻ ഇടയ്ക്ക് പിടിച്ചിടുകയും ചെയ്ത് താമസിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലാണ്. അപ്പോൾ ചില ആപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. ഞാൻ അറിയാവുന്നതെല്ലാം പറഞ്ഞുതരാം. വളരെ എളുപ്പത്തിൽ ചില ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് KSRTCയിൽ ട്രാവൽ ചെയ്യുമ്പോൾ KSRTC ബസ് എവിടെ എത്തി, എപ്പം പിന്നെ സീറ്റ് ഉണ്ടോ, എത്ര സമയത്തിനുള്ളിൽ എത്തും, ബസ്സിൻ്റെ നമ്പർ അടക്കം കിട്ടുന്നതാണ്. എന്തായാലും ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.